അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ഇനി റമദാൻ കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ എന്നെ സമ്മതിക്കൂല. വട്ടൂരി പമ്പൈസ് മുസ്ലിയാർ എന്നെ സമ്മതിക്കൂല എന്നാണ് തോന്നുന്നത്. കാരണം വിശുദ്ധ റമദാൻ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഒരു 3-4 കുഞ്ഞാടുകളെ മുന്നിലിരുത്തിയിട്ട് ഈ നമ്മളെ കേരളത്തിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളെയാണ് ഈ പരിഹസിക്കുന്നത്. ഹജ്ജ് ഉംറ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളെ അവരെ പരിഹസിക്കുക. എത്ര പൈസ കെട്ടി വെക്കണം ഈ ഹജ്ജിന് പോകണമെങ്കിൽ, എത്ര പൈസ വേണം ഉംറക്ക് പോകണമെങ്കിൽ. ഈ രംഗത്തിലൊക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകളെ ഇവൻ ഈ ഇരുന്നിട്ട് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10ലാണ് ഈ പരിഹസിക്കുന്നത്. അതൊന്ന് കേട്ടോക്കാണ്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഇതൊന്നും ഇങ്ങനൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാവും പല ആൾക്കാരും അങ്ങനെ ഹജ്ജിനും ഉണ്ട്. അല്ലെങ്കിലും ഇപ്പം ഇവിടുന്ന് പല ആൾക്കാരും പോകണം എന്തിനാ, ഹജ്ജിനും ഉംറക്കും അല്ലല്ലോ. ഇതിനെന്തിനാ കായുണ്ടാക്കാൻ പോവും, ബിസിനസ്സിന് എത്തിയിട്ടൊരു ഉംറ അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇതിന് പോകുമ്പോൾ അതിന്റെ ലക്ഷ്യം വേറെ തന്നെയാണ്. എന്താലേ പറയുന്നത്? അല്ലെങ്കിലും ഇവിടുന്ന് ആൾക്കാർ ഹജ്ജിനും ഉംറക്കൊന്നും അല്ലല്ലോ പോണത്, കായുണ്ടാക്കാനാണല്ലോ പോണത്. എന്താവും എൻ്റെ ആ സംസാരം നോക്കാൻ നിങ്ങൾ. അല്ലെങ്കിലും ഇവിടുന്ന് കായുണ്ടാക്കാനാണ് പോണത്. എന്നാൽ ഇവൻ ഈ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മുന്നേ ഇത് നമ്മൾ പറയാൻ കാരണം എന്താ അറിയോ? ഇതിൻ്റെ മുന്നേ ഒരു ദിവസത്തിൽ മൗലാന പേരോട് ഉസ്താദ് ഒരു പ്രസംഗം പ്രസംഗിച്ചു. മൗലാന പേരോട് ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ യു പിയിലുള്ള അതേമാതിരി ഈ ഉത്തർപ്രദേശിൽ കൂടെയൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഫാത്തിഹ പോലും അവരെ കൊണ്ട് ഓതാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ രീതികളുള്ളത്. അവർക്ക് ഖുർആൻ ഓതാനോ പഠിക്കാനോ ഒന്നും ഒരു വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് ഒരു പ്രസംഗം നടത്തിയപ്പോൾ സ്വാഭാവികമാണ് ആ കാര്യം, സർവ്വസാധാരണ ഉള്ളൊരു കാര്യം പറഞ്ഞതാണ്. കാരണം അങ്ങനെയാണല്ലോ, അവിടെ അങ്ങനെയാണല്ലോ ആ ഭാഗത്തു കൂടി. അപ്പം ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഇവൻ സുബ്ഹാനല്ലാഹ് ഇവൻ പറയാത്തതൊന്നുമില്ല. പേരോട് ഉത്തർപ്രദേശുകാരെ അതല്ലെങ്കിൽ മറ്റു യു പിക്കാർക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അവർക്ക് ഒന്നും അറിയൂല എന്ന് പറഞ്ഞുകാണ്ട് ഒരുപാട് പരിഹസിച്ചു. അതൊക്കെ ഒരു വാസ്തവമാണ്, സംഗതിയാണ്, ഉള്ളൊരു സംഗതിയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അവസ്ഥകൾ. വേണ്ടതുപോലെ പഠിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളാണ്. അങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞിട്ട് പോലും അതിനെ ഇവനും ഇവൻ്റെ നൗഷാദും മറ്റേ ചങ്ങായി കൂടി എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഉള്ള വാസ്തവമായൊരു കാര്യം പറഞ്ഞിട്ട് തന്നെ ഇവരെന്തെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നു. എന്നിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു റമദാനിന് അവസാനത്തെ 10-ന് ഒരു 3-4 മൊയ്താളെ മുന്നിൽ ഇരുത്തിക്കാണ്ട് പറയാണ് ഇവിടുന്ന് ഹജ്ജിന് പോകണതും ഉംറക്ക് പോകണതൊന്നും അതിന് വേണ്ടിയിട്ടല്ല, എന്താണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് പോകുന്ന ഹജ്ജാജിമാരാണ് ഈ പരിഹസിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കിയാണ്ട് പോകുന്ന ഹാജിമാരെ, അതുപോലെ തന്നെ ഉംറക്ക് പോകുന്ന ആളുകളെ, അതിനു വേണ്ടി നേതൃത്വം നൽകുന്ന ആലിമീങ്ങളെ, വലിയ വലിയ പണ്ഡിതന്മാരെ, വലിയ വലിയ ട്രാവൽസുകളെ, ഇതിനൊക്കെ ഇവൻ എന്ത് ചെയ്യാണ്? പരിഹസിച്ചുകൊണ്ട് വിശുദ്ധ റമദാനു ഷരീഫിൻ്റെ അവസാനത്തെ 10-ന് എന്ത് ചെയ്യാണ്? ഇരുന്നിട്ട് പറയണം. ഇത് കേൾക്കാനെ കുറച്ച് മൈന്തുകൾ മുന്നിൽ ഇരിക്കുന്നുണ്ട്, എന്നിട്ട് ഓരിങ്ങനെ ചിരിക്കും ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലത്തെ വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഹജ്ജ് ഉംറ എന്നുള്ളത് ഇന്ന് നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ നല്ലോണം പൈസക്ക് ചിലവുണ്ട്, നല്ല രൂപത്തിൽ അവിടെ പോയ ഇബാദത്ത് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനൊന്നും